ഹലോ ഫ്രണ്ട്സ്, പോയ LED ബൾബുകൾ വലിച്ചെറിയേണ്ട കാര്യമില്ല. നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ബൾബ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണാം, കത്തുന്നില്ല. ബൾബ് പോയതാണ്, LED ബൾബ് പോയതാണ്. ഞാനിത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്, ചെറിയ ഗമ്മിട്ട് ഒട്ടിച്ചേക്കുന്നതാണ്. നിങ്ങൾക്കത് ഇച്ചിരി ബലം പിടിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരുന്നുള്ളൂ. എന്നിട്ട് ഇതിൽ നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വോൾട്ടേജാണ്, DC ആണ് ഇതിൽ കിട്ടേണ്ടത്. അത് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്ററിൻ്റെ DC വോൾട്ടേജ് റേഞ്ചിലിട്ടിട്ട് ഈ കൈ തൊട്ട് കാണിച്ചെടുത്ത് DC വോൾട്ടേജ് ഏകദേശം ഒരു 100 വോൾട്ടേജ് കിട്ടേണ്ടതാണ്. കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് LEDക്കാണ് പ്രശ്നം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു 90% LED പോയതാകാനേ സാധ്യതയുള്ളൂ. അപ്പം ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം 93, 90 ഇങ്ങനെ വോൾട്ടേജ് കാണാം. കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നത്. ഞാൻ എന്നിട്ടൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് തന്നെ ഊരി കണക്ട് ചെയ്തിട്ട് നമ്മൾ LEDക്ക് വോൾട്ടേജ് കൊടുക്കണം. അതായത് 9 വോൾട്ട് വോൾട്ടേജ് ഓരോന്നും ചെക്ക് ചെയ്യാൻ പോവുകയാണ്. 9 വോൾട്ട് കൊടുക്കുമ്പോൾ അത് കത്തും. ഇതിപ്പോൾ LEDക്ക് പൊളാരിറ്റി ഉള്ളത് കൊണ്ടാണ് കത്താത്തത്. ഞാനത് തിരിച്ചും കൂടി കൊടുത്തുനിന്ന് ചെക്ക് ചെയ്യുകയാണ്. നല്ല LED ആണെങ്കിൽ ഉറപ്പായിട്ടും കത്തും, ഇല്ലെന്നുണ്ടെങ്കിൽ കത്താതിരിക്കും. ഇത് നല്ല LED ആണ്. അടുത്ത LED ഞാൻ ചെക്ക് ചെയ്യുകയാണ്. അത് നല്ലതാണ്. അടുത്തത് അതും ഗുഡ് കണ്ടീഷൻ. ഇങ്ങനെ നമ്മൾ എല്ലാ LEDകളും ചെക്ക് ചെയ്യണം. ഓക്കെ, അത് പൊളാരിറ്റി നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുകയാണ്. എല്ലാ LEDയും കത്തുന്നില്ലെങ്കിൽ പൊളാരിറ്റി തിരിച്ചു കൊടുത്ത് ചെക്ക് ചെയ്യണം. കാരണം ഒരു ഡയറക്ഷനിലേ LED വർക്ക് ചെയ്യുള്ളൂ. അത് കത്തുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് പൊളാരിറ്റി തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുത്തിട്ടും അത് കത്തുന്നില്ല. അതിൻ്റെ അർത്ഥം ആ ഒരു LED പോയതാണ്. ഇപ്പോൾ ഞാൻ തൊട്ട് കാണിക്കുന്ന LED വർക്കിംഗ് അല്ല. ഈ ഒരൊറ്റ പ്രോബ്ലം കൊണ്ടാണ് ഈ ബൾബ് കത്താതിരിക്കുന്നത്. ഞാൻ ആ LED പറിച്ച് കളയുകയാണ്. ഞാനിപ്പോൾ ഒരു സോൾഡറിങ് ആണ് വെച്ചിട്ട് ആ പോയ LED പറിച്ച് കളയുകയാണ്. നമുക്ക് കടയിൽ ആ 1 വാട്ടിൻ്റെ LED മാത്രം കിട്ടും എങ്കിലും നമുക്കതൊരു അസൗകര്യമാണ് തപ്പിയെടുത്ത് അത് പിടിപ്പിക്കുക എന്നുള്ളത്. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ LEDയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആ ടെർമിനലിൽ നമ്മൾ പറിച്ച് കളഞ്ഞ ആ ഭാഗം നമ്മൾ ഷോർട്ട് ചെയ്ത് വെക്കും, സർക്യൂട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കാണിച്ചു തരാം. LED ഞാൻ പറിച്ച് കളഞ്ഞ് ഞാനിപ്പോൾ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാവുന്നതുള്ളൂ. ഞാൻ വെറുതെ ഒരു കമ്പിയിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഓണാക്കി നോക്കാം ശരിയായോ ഇല്ലയോ എന്നുള്ളത്. ഇത് കാണാം, ബൾബ് നല്ല പ്രകാശമായിട്ട് കത്തുന്നുണ്ട്. ഒരു LED കുറഞ്ഞെങ്കിലും പ്രകാശത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ 6 വാട്ടിൻ്റെ 6 LED ഉണ്ടായിരുന്നു. അപ്പോൾ 6 വാട്ടെന്ന് കൂട്ടിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു LED പോയെന്നുള്ളൂ. 5 വാട്ട് വെളിച്ചം എന്താണേലും അതിനകത്ത് കിട്ടും. നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ അതിനകത്ത് 5 പൈസ മുടക്കിയിട്ടില്ല. ഒരു 100 രൂപയുടെ LED ബൾബ് ഞാൻ ഇപ്പോൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനിയും നിൽക്കും ഒരു 2 കൊല്ലം. ഇതിപ്പോൾ ഓൾറെഡി 2 കൊല്ലം ആയ